ഹലോ സർ. ഹലോ. ഹലോ സർ. മനസ്സിലായല്ലോ അല്ലേ? ഫിറോസ് മുഹമ്മദ്. പേരങ്ങനെയാണെങ്കിലും ഒരു DIG ലെവൽ മുതൽ മേലോട്ടുള്ള സർക്കിൾസിൽ ഫിറോസ് എന്നല്ല, ഫിറോഷ്യസ് എന്നാണ് വിളിപ്പേര്. Am I right? അങ്ങനെയൊന്നുമില്ല സർ. അറിയാവടോ. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മട്ടാഞ്ചേരി. അതെ സർ. 9ാം തരം വരെ വിഠോബ സ്കൂളിൽ. 14ാമത്തെ വയസ്സിൽ പെങ്ങളെ കോളേജ് ഗേറ്റിൽ തടഞ്ഞു വെച്ച് നിർബന്ധപൂർവ്വം ഒരു പ്രണയലേഖനം പിടിപ്പിച്ച ലോക്കൽ ദാദയുടെ പതിരയ്ക്ക് പീച്ചാങ്കത്തി കയറ്റി നാട് വിട്ടിട്ട് പിന്നെ പഠിച്ചതും ഇത്രയൊക്കെ വളർന്നതും മദിരാശി ഉമ്മാട് ആംഗ്ലമാർക്കൊപ്പം അല്ലേ? അല്ല സാർ, ഇതൊക്കെ ഉപജീവനം പത്രമല്ലേ ഫിറോസ്? ഇറ്റ്സ് മൈ ജോബ് ടു നോ. കം. ഹായ് ദേവു, വാട്ട് എ സർപ്രൈസ് ഡാ. ശരിക്കും ഒരു വീട്ടുകാരത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. ഹേയ്, മുമ്പ് ഇവിടെ വന്നപ്പോ സ്വന്തം കൈപ്പടയിൽ ഒരു ചായ ഉണ്ടാക്കി കുടിപ്പിച്ചു നന്ദൻ. എന്താ പറയാ, ഒരു ചായക്കൊക്കെ ഇത്ര ബോറാവാൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായത്. സോ നീ ഇന്നിങ്ങനെ നിന്റെ ഹാർട്ട് ത്രോബിനെയും കൊണ്ട് ഇവിടെ വരുന്നു നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഐ തോട്ട് ഐ വിൽ പ്ലേ ഹോസ്റ്റസ്. വെറുതെ ഒരു ആതിഥേയയുടെ വേഷം കെട്ടി നോക്കിയതാ. ഇവള് പറഞ്ഞു കാണും, വി ആർ കോളേജ് മേറ്റ്സ്. ദേവിക ശേഖർ. അങ്ങോട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ 1-2 തവണ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ ചോദിക്കാനുള്ള മുഴുവൻ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പതുക്കെ മതിയെന്ന് വിചാരിച്ചു. താങ്ക്സ്. താങ്ക്സ് ഡാ. ആൻഡ് സർ, താങ്ക് യു ഫോർ മൈ പോസ്റ്റിംഗ്. താങ്ക്സ് ഫോർ വാട്ട് ഫിറോസ്? ഈ കേസിൽ ഇപ്പോഴത്തെ ഈ പോസ്റ്റിങ്ങിന് എടീ, ഹോം മിനിസ്റ്റർ ചില പ്രഷേഴ്സിന് വഴങ്ങിയിട്ട് ആദ്യം ഒരു ഗോസായുടെ പേരാ ക്യാബിനറ്റ് തീരുമാനിച്ച് ഇങ്ങോട്ടയക്കാൻ. ദെൻ വെറുതെ ഒരു അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധൂസിനെ ഇങ്ങോട്ട് കെട്ടിയെന്നളിച്ച് വിട്ടാല് അവനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ടും കെട്ടിയെടുപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് തലസ്ഥാനത്തേക്ക് ഒരു അൾട്ടിമാറ്റം ചെന്നു CM-ന്. എ ഫോൺ കോൾ ഫ്രം കൊച്ചിൻ. ഐ തിങ്ക് സാറ് തന്നെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു CM-നോട്, ഇല്ലേ സാർ? ഹേയ്, ഞാനങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൾട്ടിമാറ്റം ഭീഷണി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാല് അതേടാ ഐ എം ഓൾസോ ചീഫ് എഡിറ്റർ, അന്നെക്കാളും മുയത്ത പത്രാധിപരാടാ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരട്ടും നമ്മുടെ മുഖ്യമന്ത്രി. ബട്ട് ഹി ഹാഡ് ഇമ്മൻസ് റിഗാർഡ് ഫോർ ശേഖരേട്ടൻ. പ്രസ്ഥാനത്തെയും ഭരണത്തെയും കടൽക്കിഴവന്മാരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളെയും ഒക്കെ എന്നും അടച്ച് പുലഭ്യം പറഞ്ഞിരുന്ന ശേഖരൻ എന്ന ജെനുവിൻ റവല്യൂഷണറിയോട് ഒരു പഴയ വിപ്ലവകാരിക്ക് തോന്നിപ്പോയ ആദരം. ഐ തിങ്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. പിന്നെ വിളിക്കുന്ന സാറ് നേരിട്ടാവുമ്പോ പണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ മകനെന്ന പേരുള്ള ഒരു വാത്സല്യം, ഒരു കൺസിഡറേഷൻ, ഐ ബിലീവ് ദാറ്റ് ടു ഹെൽപ്. ഇല്ലേ സാർ? ഹേയ്, പിന്നെ ഫിറോസ്, തന്റെ ഈ സർവിളി സൗണ്ട്സ് വെരി എംബാരസിംഗ്. എന്നെ നന്ദൻ എന്ന് വിളിക്കാൻ തനിക്ക്? നോ സർ, അങ്ങനെ സാറിന് തന്നെ തീർത്തും വിളിക്കാൻ ഒരു അവകാശമുണ്ട് എനിക്ക്. വൈ? സാറിന് ഓർമ്മ വഴിയില്ല, പക്ഷേ ഒരൊറ്റ തവണ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തില് ലെക്ചർ ഹാളിന്റെ മുൻനിരയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ അക്കാഡമിയിൽ IPS ട്രെയിനിങ്ങിനിടയ്ക്ക്. ഊവ് സർ, പണ്ട് മനഃപൂർവ്വം ഏതോ അടിപിടി കേസിൽ പ്രതിയായി മറാഠ സെൻട്രൽ ജയിലിൽ കടന്നുകൂടിയിട്ട് അവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒറ്റ കീറിയില്ലേ ബ്ലിറ്റ്സ് സ്ട്രൈക്കില്, ജയിലിലെ ക്രൂരതകളെ കുറിച്ച്, തടവുകാരുടെ പ്രോബ്ലംസിനെ കുറിച്ച്. അതിന്റെ ബേസിസിൽ അന്ന് അക്കാഡമിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു ടോക്കൺ ഓൺ ജയിൽ റീഫോംസ്. അന്ന് ഫോട്ടോഗ്രാഫിൽ ഒരു കയ്യൊപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല വെടിപ്പോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഐ തിങ്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാ ഇവൻ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു കുത്തി ഭവ്യതയായിട്ട് നിൽക്കുന്നത്. താങ്ക് ഗോഡ്. സോറി സർ. ഫിറോസ്, I think it's time we had a little chat about this case. Sir. Come. ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നില്ലേ, വെറുതെ പോലും ശേഖരേട്ടൻ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ജാഗ്രതയിലെ ഒരാഴ്ചത്തെ ഫോൺ കോൾസ് ഔട്ട് ഗോയിങ് അതൊന്ന് പ്രത്യേകം സ്ക്രൂട്ടനൈസ് ചെയ്യണമെന്ന് ചെയ്തു. ഇതിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ മുഴുവൻ ഫോൺ കോൾസിന്റെ ലിസ്റ്റ്. ആ റെഡിംഗ് മാർക്ക് അല്ലേ സാർ? കൊല്ലപ്പെട്ട അതേ ദിവസം ശേഖരേട്ടൻ ഓഫീസിൽ നിന്ന് ആദ്യം പുറത്തുപോയിന്ന് ഉദ്ദേശം പറയപ്പെടുന്ന സമയത്തിന് തൊട്ടു മുൻപ്, അല്ലെങ്കിൽ അതിനുശേഷം ഉടൻ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. ജാഗ്രത. പിന്നെ സത്യം പറയാമല്ലോ എന്റെ ഫിറോസ് സാറേ, വിളിച്ചത് ഞാൻ തന്നെ സൈഡ് ചെയ്യേ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ നിങ്ങളുടെ ഈ CID സ്റ്റൈലിലുള്ള അന്വേഷണം, ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന പോലുള്ള ഒരു ചോദ്യം ചെയ്യല്, ഇതൊക്കെ ഭയങ്കര ചീപ്പായി പോയി സാറേ. ശരിക്കും പത്രഭാഷ പറഞ്ഞാല് അങ്ങേയറ്റം അപലപനീയം. അല്ല, ഇതിപ്പോ ബുദ്ധിയും മൂളെ ഉറയ്ക്കാത്ത പോലീസുകാർ മാത്രമല്ല,
ബുദ്ധി ഉറച്ചൂന്ന് ഞെളിയുന്ന ചില പത്രക്കാരും കൂടെ ഈ മണ്ടത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് കാണുമ്പോഴാ കഷ്ടം. അല്ലേ മിസ്റ്റർ നന്ദൻ? അതെ, സേട്ടുവിനെ വിളിച്ച താനാണെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ, വിളിച്ചത് എന്തിനാണെന്ന് കൂടെ പറയണം. ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ചോണ്ടല്ലോ എന്തിനാ വിളിച്ചതെന്ന്, അതിന്റെ ഉത്തരം ഇനി പോലീസല്ല, സാക്ഷാൽ സുപ്രീം കോടതി വിളിച്ച് ചോദിച്ചാലും ശരി, കമാന്നൊരു അക്ഷരം മിണ്ടാതിരിക്കാം ഒരു ജേർണലിസ്റ്റിന്. എന്താ, അങ്ങനെ ചില അവകാശങ്ങളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ ഈ വർഗത്തിന്, ഇല്ലേ നന്ദഗോപാൽ സാറേ? കേട്ടോ ഫിറോസ് സാറേ, എന്റെ ഈ 1.25 ചക്രത്തിന്റെ പത്രപ്രവർത്തനം മാത്രമല്ല, മറ്റു ചില മാന്യമായ ഇടപാടുകളും കൂടി ഉണ്ട് ഈ അരവിന്ദന്. കേട്ട് കാണും. സുഷമ ഓവർസീസ് ലിങ്ക്സ് എക്സ്പോർട്ട് കമ്പനി, ഞാൻ പാർട്ട്ണർ, സുഷമ മാനേജിംഗ് പാർട്ട്ണർ. ഓ, അങ്ങനെ ഒരു... ആ അതെ, നിങ്ങളുടെ ഈ ഒറ്റ ഫോൺ കോൾ മാത്രമൊന്നുമല്ല, കമ്പനിയുടെ ഓരോ ആവശ്യത്തിന് ചിലപ്പോ വാരത്തിൽ ഒരു 4-5 തവണയെങ്കിലും ബന്ധപ്പെട്ടെന്നിരിക്കും ഞങ്ങൾ ഈ സൈഡ്ജിയുമായിട്ട്. മിക്കവാറും സുഷമ, ചിലപ്പോ ഞാനും. ആഹാ. ആ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളെ പലതും ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എന്താ, ഇനി അതിനും കൂടെ വല്ല തെളിവും തരണമായിരിക്കും ഇദ്ദേഹത്തിന്. ഡിറ്റക്റ്റീവ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു 2 മിടുക്കന്മാര്. പറഞ്ഞു രക്ഷപ്പെടാൻ മിസ്റ്റർ, പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ സിറ്റിയിലെ ഒരു സീനിയർ പത്രപ്രവർത്തകൻ അരവിന്ദൻ. ചുമ്മാ എന്റെ ദേഹത്തെ കയറി കൈവച്ചാലുണ്ടല്ലോ തൊപ്പി തെറിപ്പിക്കും ഞാൻ സാറിന്റെ. ഫിറോസ്, നോ, വിട്ടേരുടെ അയാളെ. പറഞ്ഞില്ലേ, സിറ്റിയിലെ ഈ സീനിയർ പത്രപ്രവർത്തകനെ പോലീസുകാർ കൈവച്ചു ഒന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാൽ പിന്നെ അതൊരൊറ്റ കാരണം മതി തന്റെ തൊപ്പി എറിയാൻ. അല്ലേ അരുന്നൻ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. മാറിയിക്കണോ ശബ്ദിച്ചു പോയത് കേറ്റിക്കളഞ്ഞാൻ. അതേടോ, പത്രപ്രവർത്തകനെ പോലീസ് കുത്തിപ്പിടിച്ചാലേ ഉള്ളൂ സെൻസേഷൻ. ഒരു പത്രപ്രവർത്തകന് മറ്റൊരു പത്രപ്രവർത്തകനെ ഇങ്ങനെ കുത്തിപ്പിടിക്കാം. ഏറിയാൽ അതൊരു വീട്ടുവഴക്ക്, അതല്ലെങ്കിൽ ഒരു പെറ്റി കേസ്. ഇനി അതിലും കടന്നാൽ ഒരു ബോക്സ് ന്യൂസ്. അത്രയ്ക്ക് വരാനുള്ളൂ ഇതുകൊണ്ട്. ആൻഡ് അബ്സല്യൂട്ട്ലി നോ സെൻസേഷൻ. ഒരുത്തന്റെ ഒരു തൊപ്പിയും തെറിക്കാൻ പോണില്ല ഇതുകൊണ്ട്. എന്താ, അവന്റെ സുഷമ ഓവർസീസ് ലിങ്ക്സ്, അവന്റെ അച്ഛയുടെയും കൊടുക്കൽ വാങ്ങല് കണ്ടില്ലേ? നിന്റെ കുടുംബത്തെയും നിന്റെ സുഷമയുടെ മറ്റേ ലിങ്ക്സിന്റെയും കഴിഞ്ഞ 6 മാസത്തെ ടെലിഫോൺ ബിൽസിന്റെ കോപ്പി അതില്. ഇതിലൊരൊറ്റ കോൾ പോലും വിളിച്ചിട്ടില്ല നീ നിന്റെ അച്ഛയും ആ സേട്ടിന്റെ ഒരു നമ്പറിൽ പോലും. സമ്മതിച്ചോടാ? മൂളുണ്ടോടാ പോലീസുകാർക്ക്? എന്തിനാ നീ സേഠി വിളിച്ചത്? അത് സുഷ്മയ്ക്ക് ഒരു പുതിയ മാരുതി വേണമെന്ന് പറഞ്ഞ് അവള് വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോ ഫൈനാൻസിന് വേണ്ടി വിളിച്ചാ ഞാൻ ഈ സേഠിയെ. സത്യം. അല്ല സാറേ, ചിടുങ്ങാതെ പോവാൻ പറഞ്ഞിട്ടില്ല. എന്താ വിശ്വാസം വരുന്നുണ്ടോ തനിക്ക് ഇവൻ ഈ പറഞ്ഞത് കാർ ലോണിന്റെ? നോ സർ. ബട്ട് ദെൻ ദിസ് ഫെലോ ഈസ് എ ബോൺ ലയർ. വെറുതെ ഈ ഫോൺ കോൾസിന്റെ മാത്രം ബേസിസിൽ ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യാൻ ഒരു വാറന്റ് വേണമെന്ന് താൻ ആവശ്യപ്പെട്ടാൽ ഐ ഡോണ്ട് തിങ്ക് എനി കോർട്ട് ഓഫ് ലോ വിൽ എന്റർടൈൻ ദാറ്റ്. സോ നാളെ രാത്രി തന്നെ നമ്മൾ പറഞ്ഞുറപ്പിച്ച സാധനങ്ങൾ പുറംകടലിൽ എത്തിച്ചു തരും ഈ ആണ്ടവൻ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് എനി മോർ. ജി, പിന്നെ മംഗലാപുരം വരെ കൂട്ടത്തില് ഞാൻ ആണ്ടവനെ കൂടെ വിട്ടുതരാം, നിനക്കൊരു ഉറപ്പിന്. എന്താടാ, സന്തോഷമാവില്ലേ നിന്റെ ബഡാ ഭായ് അശ്വിൻ പട്ടേലിന്? वो तो एकदम खुश हो जाएगा. अबे धनुष, अरे तू कब आए बेटे? शाम को सेठ जी. अरे बोलो बेटे, अपन को क्या क्या लाया है तुमने मुंबई से? മതിയടോ, നിർത്ത്. എന്തായി, ഇവന്റെ പരാതി എഴുതി ഏൽപ്പിച്ചോ സഭാപതിയുടെ കയ്യില്? जी. ആ, ഇനി എന്റെ ഒരു കവറിംഗ് ലെറ്റർ കൂടി വാങ്ങിച്ചു വെച്ചിട്ട് നാളെ തന്നെ CM-നും ഹോം മിനിസ്റ്റർക്കും DGP-ക്കും നേരിട്ട് എത്തിച്ചു കൊടുക്കണം. കംപ്ലൈന്റിന്റെ കോപ്പി തന്റെ പിയുടെ കയ്യില് വിളിച്ചു പറഞ്ഞോളാം ഞാൻ. जी. ആ നന്ദനും ഫിറോസും ചേർന്ന് നിന്റെ ജീവനും സുരക്ഷയ്ക്കും പോലും ഭീഷണി ഉണ്ടാക്കുന്നു, സംരക്ഷണം വേണം എന്നൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ വക്കീല്? ചേർത്തു. പക്ഷെ കേട്ടോ വിശ്വേട്ടാ, അവന്മാരെ എന്നെ കുത്തിപ്പിടിക്കുന്നതിന് പകരം ചുമ്മാതെ അങ്ങ് വിളിച്ചിരുത്തിയതേ ഇതുപോലൊരു 4 ലാർജ് ഒഴിച്ചു തന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അറിയാവുന്നതല്ല നല്ല കിളി പോലെ പറഞ്ഞു പോയനെ ഞാൻ. സത്യം വിശ്വേട്ടാ, അവന്മാർക്ക് വേണ്ടി വെള്ളത്തിനോടുള്ള വീക്ക്നെസ് അറിയാമെങ്കിലുണ്ടല്ലോ പിന്നെ തീർന്നു, നശിച്ചു. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇനി ആയാലും സംഭവിക്കാൻ നിനക്ക് അല്ലേടാ? അല്ല വിശ്വേട്ടാ, ഞാൻ പേടിക്കാതെടാ. ആണ്ടവൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് ഇന്ന് രാത്രി വണ്ടിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറയണവന്. എങ്ങോട്ട്? തൽക്കാലം നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ആരും അറിയാതൊരു മുങ്ങല്, അതാ ബുദ്ധി. വിശ്വേട്ടാ? അതേടാ. എന്നിട്ട് സീനിയർ ജേർണലിസ്റ്റ് അരവിന്ദൻ മിസ്സിംഗ് എന്ന് പത്രങ്ങളെ കൊണ്ട് എഴുതിക്കും വിശ്വനാഥൻ. പെട്ടെന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോ ഒന്ന് വിറയ്ക്കും നന്ദഗോപാലും ഫിറോസും. വിറയ്ക്കണം, നിന്നെ ഉപദ്രവിച്ചതിന്. വേണ്ടേടാ? വേണം. കഴിക്ക്. വേണ്ട വിശ്വേട്ടാ,
കഴിക്കടാ. അപ്പൊ ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും ട്രെയിൻ, കേട്ടല്ലോ? സോറി. മൈ ഗോഡ്, എപ്പോ ഫിറോസ്? എവിടെ? Damn it. ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. വരണം സാർ. വിപിൻ, come. യെസ് ബോസ്. എന്താടോ? ഓ, സംഭവം കഴിഞ്ഞിട്ട് ഇതിപ്പോ കുറഞ്ഞ ഒരു 5-8 മണിക്കൂറെങ്കിലും ആയി കാണും സാർ. ആളൊഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ആരുടെയും കണ്ണിപ്പെട്ടില്ല. പിന്നെ ഇതിപ്പോ കയ്യോ കാലോ ഏതാണ്ട് ഒരു കഷ്ണം പട്ടി അടിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ട് ആരാണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴാ നമ്മൾ വിവരം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ വണ്ടി കയറി ഇറങ്ങി 4-5 തുണ്ടമായി പോയി സാറേ. പക്ഷെ തിരിച്ചറിയാൻ എളുപ്പമാണ്. മോന്ത ക്ലീൻ. ഷട്ട് അപ്പ് യു. നോക്കി നിൽക്കാതെ വലിച്ചു പൊക്കടോ.